നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പ്ലെയിൻ ക്ലോത്ത് എങ്ങനെ വലിയ കോസ്റ്റ് ഒന്നും ഇല്ലാതെ ഒരു ഡിസൈനർ കുർത്തി ആക്കാമെന്നാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് റോ കോട്ടൺ മെറ്റീരിയലാണ്. അപ്പോൾ അതിനൊരു മീറ്ററിന് 100-110 ആ ഒരു റേഞ്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ മെറ്റീരിയൽ 2.5 മീറ്റർ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ചെയ്യുന്ന കുർത്തിയുടെ ഡ്രോയിങ് പാറ്റേൺ. അപ്പം ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് വേസ്റ്റ് വരെയും നമ്മളൊരു വളച്ചൊരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് സ്പ്രെഡ് ഔട്ട് ചെയ്യുന്ന പോലെ ബ്രാഞ്ചസ് വരച്ചു കൊടുത്തേക്കുവാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അവിടെയെല്ലാം നമ്മൾ ബീഡ്സാണ് വെച്ച് കൊടുക്കുന്നത്. നമ്മളിവിടെ എടുത്തേക്കുന്നത് ഈ 2 ടൈപ്പ് ബീഡ്സാണ്. ഒന്ന് ആൻറ്റി ഗോൾഡിൻ്റെ ഷുഗർ ബീഡ്സാണ് ഇത്. അതേപോലെ ആൻറ്റി ഗോൾഡ് കളറുള്ള 2 ബീഡ്സാണിത്. ഇതൊരു 1/4 ഇഞ്ച് വരുന്ന പോലത്തെ 2 ബീഡ്സാണ്. ആദ്യം നമ്മൾ സ്റ്റെം വർക്കാണ് ചെയ്യുന്നത്. ഞാനിവിടെ എടുത്തേക്കുന്ന നീഡിൽ നമ്പർ 12 ആണ്. എന്നിട്ട് ഓരോരോ 2 ബീഡ്സ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യമേ ഞാൻ 2 ബീഡ്സ് ഇതേപോലെ ഒന്ന് കോർത്തെടുത്തിട്ട് ഈ ബീഡ് നമ്മൾ ബാക്കിലേക്കാണ് വെച്ച് കൊടുക്കുന്നത്. ബാക്ക് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് ആ രീതിയിൽ വേണം ഈ ബീഡ്സ് വെച്ച് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഇത്രയും നീളമുള്ള ബീഡ്സ് ആയതുകൊണ്ട് ഇളകി പോകും. അപ്പോൾ ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ചെയ്താലേ അത് കറക്റ്റായിട്ട് ഇരിക്കുള്ളൂ കേട്ടോ. വീണ്ടും നമ്മൾ കുറച്ച് ഫ്രണ്ടിലേക്ക് വീണ്ടും നീഡിൽ കുത്തിയെടുക്കുക. എന്നിട്ട് വീണ്ടും അടുത്ത ബീഡ് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ സ്റ്റെംസ് എങ്ങനെയാണ് ചെയ്ത് ആ ഒരു രീതിയിൽ തന്നെ ബ്രാഞ്ചസും ഇതുപോലെ തന്നെ ബീഡ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സ്റ്റെമ്മിൻ്റെ 2 വശത്തേക്കും ലീവ്സും ഫ്ലവേഴ്സും ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ലീവ്സും ഫ്ലവേഴ്സും ഈ സെയിം 2 ബീഡും ഷുഗർ ബീഡും വെച്ചിട്ട് തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ നീഡിലിൽ ഒരു ഷുഗർ ബീഡും ഒരു 2 ബീഡും ഇതുപോലെ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ചെരിച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ 2 ബീഡ് എന്ന് പറയുന്നത് ലീവ്സായിട്ടും ഷുഗർ ബീഡ് ഫ്ലവറുമായിട്ടാണ്. അതിൻ്റെ അറ്റത്ത് വന്നേക്കുന്ന ഫ്ലവറായിട്ടാണ് ഈ ഷുഗർ ബീഡ് വന്നേക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു പൊസിഷനിലാണ് വെച്ച് കൊടുക്കുന്നത്. സ്ലാൻഡിങ് ആയിട്ട് വേണം നമ്മൾ വെച്ച് കൊടുക്കാനായിട്ട്. ഇതേപോലെ അടുത്ത വശത്തും നമ്മൾ വെച്ച് കൊടുക്കണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ 2 ബീഡ് മാത്രം വെച്ച് കൊടുക്കും. അപ്പോൾ അത് ലീവ്സ്. ഇതാണ് അതിൻ്റെ കോൺസെപ്റ്റ്. ഇനി വീണ്ടും നീഡിൽ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ കുത്തിയിട്ട് അവിടെയും ഇതേപോലെ ഒരു 2 ബീഡും ഒരു ഷുഗർ ബീഡും വെച്ച് കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ ചെയ്ത പോലെ ഒരു പെയറും കൂടെ ഞാൻ ഇതേപോലെ തന്നെ ചെയ്യുവാണ്. എന്ന് പറഞ്ഞാൽ 2 ബീഡ്സും ഒരു ഷുഗർ ബീഡും വെച്ചിട്ട് തന്നെ. ഫസ്റ്റ് 2 പെയർ നമ്മൾ 2 ബീഡും ഷുഗർ ബീഡും ആണ് വെച്ചത്. ഇനി നമ്മൾ 2 ബീഡ് മാത്രമാണ് വെക്കുന്നത്. അപ്പോൾ ഇത് ലീവ്സ് മാത്രമായിട്ടാണ് വരുന്നത്. അപ്പോൾ ലീവ്സ് വരുമ്പോൾ നമ്മൾ 2 ബീഡ് മാത്രം വയ്ക്കും. ഫ്ലവറും കൂടെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ 2 ബീഡും അതിനൊപ്പം ഒരു ഷുഗർ ബീഡുമാണ് വെച്ച് കൊടുത്തേക്കുന്നത്.
ഇപ്പം നമ്മൾ എങ്ങനെയാണ് ബീഡ്സ് വെച്ച് കൊടുത്തത് അതേപോലെ തന്നെ സ്റ്റെമ്മിലും ബീഡ്സ് വെച്ച് കൊടുക്കണം. ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് നമ്മുടെ കുർത്തിയുടെ വരുന്നത്. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നല്ല കോസ്റ്റ്ലി ലുക്ക് തോന്നിക്കുകയും ചെയ്യും. എന്നാൽ നമ്മളധികം എമൗണ്ട് ഒന്നും സ്പെൻഡ് ചെയ്തിട്ടുമില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.